ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പിയും ഒരു കറിയാണ് കേട്ടോ. നമ്മുടെ മലയാളികളുടെ കറിയല്ല, തമിഴ് സ്റ്റൈലിലുള്ള ഒരു കറിയാണ്. തമിഴ്നാട്ടിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പൊടിമാസാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. വാഴയ്ക്ക പൊടിമാസ് നമ്മൾ ഏത്തയ്ക്ക ഉപയോഗിച്ചുണ്ടാക്കും, നമ്മുടെ പടച്ചിക്കായ ഉപയോഗിച്ചുണ്ടാക്കും. അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് പടച്ചിക്ക ഉപയോഗിച്ച് അവരുണ്ടാക്കുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ്. പിന്നെ നമുക്ക് എന്തെങ്കിലും ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ വ്യത്യാസം വരുത്താം. വെജിറ്റേറിയൻസിനാണ് ഈ ഒരു റെസിപ്പി കൂടുതലായിട്ട് ഇഷ്ടമാവുക. പിന്നെ നോൺ വെജിറ്റേറിയൻസിന് വേണമെന്നുണ്ടെങ്കിൽ മുട്ടയൊക്കെ ചേർത്തിട്ട് ഇതിലേക്ക് ഒരു നോൺ വെജ് പൊടിമാസാക്കി എടുക്കാം. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. ഞാനിപ്പോൾ പ്യുവർ വെജ് പൊടിമാസാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഉറപ്പായിട്ടും ചോറിൻ്റെ കൂടെ ചേർത്ത് ഉണ്ടാക്കി കഴിച്ചിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ വാഴയ്ക്ക പൊടിമാസ് ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 2 വാഴയ്ക്ക എടുത്തിട്ടുണ്ട്. വാഴയ്ക്ക എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ പടച്ചിക്കായ അല്ലെങ്കിൽ പടച്ചിക്കായ എന്ന് പറയുന്ന കായാണ്. എല്ലാ സ്ഥലത്തും ഇത് തന്നെയാണോ പറയുന്നതെന്ന് എനിക്കറിയില്ല. നമ്മൾ തോരൻ വയ്ക്കാനും മെഴുക്കുവരട്ടി ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു കായാണിത്. ഇതിലേക്ക് പിന്നെ വേണ്ടത് ഒരു 5 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. തേങ്ങയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യത്യാസം വരുത്താം. പിന്നെ ഒരു 10-12 ഉള്ളി എടുത്തിട്ടുണ്ട്, 3 പച്ചമുളക്, 4 വറ്റൽമുളക്, 2 തണ്ട് കറിവേപ്പില. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ചേർക്കുമ്പോൾ പറയാം. അപ്പോൾ ഇത് സവാള ചേർക്കരുത്, ഉള്ളി തന്നെ ചേർക്കണം. ഉള്ളി തന്നെ ചേർത്താലേ ടേസ്റ്റ് കൂടുതലുണ്ടാവുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് ഈ കായൊന്ന് വേവിക്കാൻ വെക്കാം. അത് വേവിച്ചിട്ട് വേണം നമുക്കൊന്ന് തോരനാക്കി എടുക്കാനായിട്ട്. അതിനായിട്ട് നമുക്കൊരു കുക്കർ എടുക്കാം. കുക്കറിലേക്ക് നമുക്ക് ഈ കായുടെ തുമ്പുണ്ടല്ലോ, ഈ 2 എൻഡും കട്ട് ചെയ്തിട്ട് വെച്ചു കൊടുക്കാം. വലിയ കുക്കറാണെങ്കിൽ കട്ട് ചെയ്യണം എന്നില്ല, ചെറിയ കുക്കറാണെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് വെച്ചു കൊടുക്കുകയാണ് ഏറ്റവും നല്ലത്. നമ്മുടെ കുക്കറിൽ ഇതുപോലെ ഇരിക്കുന്ന രീതിയിൽ വേണം നമ്മൾ കായ വെച്ചു കൊടുക്കാൻ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കിടത്തി ഇടുന്ന രീതിയിൽ, പൊങ്ങി നിൽക്കരുത്, കായ കിടത്തി ഇടുന്ന രീതിയിൽ. അതുകൊണ്ടാണ് ഞാൻ 2 എൻഡും കട്ട് ചെയ്ത് കൊടുത്തത്. അതുപോലെ തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അടുത്ത കായും എടുത്ത് വെച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കായുടെ പകുതി നിൽക്കുന്ന രീതിയിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം വേണ്ട. കായ ഒന്ന് ആവി കയറി കുക്കായി വരുന്ന രീതിയിൽ കുറച്ച് വെള്ളമേ ഉള്ളൂ. കായ ഇങ്ങനെ വെക്കുമ്പോൾ ഇത് കണ്ടോ, കുക്കറിൻ്റെ ഏറ്റവും അടിഭാഗത്ത് കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ. കായുടെ അടിഭാഗം ഒന്ന് മുങ്ങി നിൽക്കുന്ന രീതിയിൽ മാത്രം വെള്ളം ചേർക്കുക. ഉപ്പൊന്നും ചേർക്കണ്ട. നമുക്കിത് ഇനി ഒരു വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. ഒറ്റ വിസിൽ മതി. ഒരുപാട് കുക്കായിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു വിസിൽ വരുന്നത് വരെ കുക്കാവട്ടെ. അപ്പോൾ നമ്മുടെ വാഴയ്ക്ക അത് കണ്ടോ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഒരുപാട് ഓവർ കുക്കായിട്ടില്ല. ഒറ്റ വിസിലിൽ പ്രഷർ കംപ്ലീറ്റ് പോയപ്പോൾ ഞാൻ എടുത്തു. ഇനി നമുക്കിതിൻ്റെ തൊലി മാറ്റിയിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ചെറിയ ചൂടോടുകൂടി തന്നെയാണ് കേട്ടോ ഞാൻ ഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ ഒന്ന് തൊലി ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ചൂട് മാറുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ കുറേ സമയം പോകുമല്ലോ. അപ്പോൾ ചെറിയ ചൂടോടുകൂടി ഇതുപോലെ തൊലി മാറ്റിയെടുത്തിട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്യാം. ഓവർ കുക്കായിട്ടുണ്ടെങ്കിൽ ഗ്രേറ്റ് ചെയ്ത് കിട്ടില്ല കറക്റ്റായിട്ട്. ഇതിന് നമുക്ക് ഗ്രേറ്ററിൻ്റെ ഈ വലിയ പോർഷൻ ഉണ്ടല്ലോ, ഇതുപോലെയുള്ള ഹോൾസ് ഉള്ള ഭാഗം ഉപയോഗിച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് നേന്ത്രക്കായയിലും ചെയ്യാം കേട്ടോ ഈ ഒരു റെസിപ്പി. പക്ഷേ ടേസ്റ്റ് കൂടുതൽ ഈ ഒരു പടച്ചിക്കായിൽ ചെയ്യുമ്പോഴാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നേന്ത്രക്കായാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നേന്ത്രക്കായലൊന്ന് ട്രൈ ചെയ്തോളൂ. ഇല്ലെങ്കിൽ ഈ ഒരു കായ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ കായൽ തന്നെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഇതിനാണ് ടേസ്റ്റും കൂടുതലുണ്ടാവുക, നമുക്ക് ചെയ്യാൻ എളുപ്പം ഉണ്ടാവുക. നേന്ത്രക്കായ ആകുമ്പോൾ പൊളിച്ചെടുക്കാനും അതുപോലെ കട്ട് ചെയ്ത് വേവിക്കാനും ഒക്കെ കൂടുതൽ സമയമെടുക്കും. അപ്പോൾ ഇതാ നമ്മുടെ കായ 2 നമ്മൾ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇതുപോലെ നല്ല പൂവ് അല്ലെങ്കിൽ തേങ്ങ കിടക്കുന്ന പോലെ ഇതുപോലെ ഗ്രേറ്റ് ആയി കിട്ടും. അപ്പോൾ നമുക്കിനി നമ്മുടെ പൊടിമാസ് അല്ലെങ്കിൽ തോരൻ റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ നമ്മളൊരു പാൻ ചൂടാക്കിയിട്ട് പാനിലേക്ക് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കടുക് മതി. കടുകൊന്ന് പൊട്ടി തുടങ്ങട്ടെ. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഉഴുന്നും കൂടി ചേർത്ത് കൊടുക്കാം. ഉഴുന്ന് ചേർക്കുമ്പോൾ നമ്മുടെ പൊടിമാസിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് ആ ഉഴുന്ന് ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ. ഉഴുന്നൊന്ന് ബ്രൗൺ ആയി വരട്ടെ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വറ്റൽമുളക് ചേർക്കാം. ഉഴുന്ന് ബ്രൗൺ ആയിക്കോളൂ കേട്ടോ വറ്റൽമുളകിൻ്റെ കൂടെ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ആയപ്പോൾ തന്നെ വറ്റൽമുളക് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയാണ്. നീളത്തിൽ കനം കുറച്ചാണ് ഉള്ളി കട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർന്നൊന്ന് കുക്കായി വരുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന്
ബ്രൗൺ ഷെയ്ഡായി തുടങ്ങണം. ഒരുപാട് ബ്രൗൺ ആകണ്ട, ലൈറ്റായിട്ടൊന്ന് ബ്രൗൺ ഷെയ്ഡായി വരുമ്പോൾ നമുക്കിതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ നമ്മുടെ വാഴയ്ക്കയിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല, അതുകൊണ്ട് ഇതിൽ ഉപ്പ് ചേർത്ത് കറക്റ്റ് ചെയ്താലേ ഉപ്പ് കറക്റ്റ് ആവുള്ളൂ കേട്ടോ. പിന്നെ മുളക് പൊടിയൊന്നും നമ്മൾ ചേർക്കുന്നില്ല, നിങ്ങളുടെ എരിവനുസരിച്ച് പച്ചമുളക് ചേർക്കാം. മുളക് പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ കളർ തന്നെ മാറിപ്പോവും, അതുകൊണ്ട് നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിലും മുളക് പൊടി ചേർക്കാം, പക്ഷെ പച്ചമുളകിൻ്റെ എരിവാണ് ടേസ്റ്റ് കൂടുതലുണ്ടാവുക. ഇതിലേക്ക് ഞാനിപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ആദ്യം കുറച്ച് ഉപ്പ് ചേർക്കുക, പിന്നീട് നമുക്ക് ചെക്ക് ചെയ്തിട്ട് ആവശ്യമാണെങ്കിൽ വീണ്ടും ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാൻ പാടുള്ളൊന്നുമില്ല, നമുക്ക് സൺഫ്ലവർ ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലും ചെയ്യാം കേട്ടോ. വെളിച്ചെണ്ണയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് കൂടുതലുണ്ടാവും, സൺഫ്ലവർ ഓയിൽ ചെയ്യുമ്പോൾ ആ സൺഫ്ലവർ ഓയിൽ ചെയ്യുന്ന ടേസ്റ്റ് ആയിരിക്കും വരിക. അതാണ് വ്യത്യാസം. ചില റെസിപ്പികൾ നമ്മൾ നിർബന്ധമായിട്ടും വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം എന്ന് പറയാറുണ്ട്. ഇതുണ്ട്, ഉള്ളിയൊക്കെ ഒന്ന് കളർ മാറി തുടങ്ങുന്നുണ്ട്. നമുക്കിതിലേക്ക് ഇനി മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. നമ്മുടെ വാഴയ്ക്കും അതുപോലെ തേങ്ങയ്ക്കും എല്ലാം ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഇപ്പോൾ ചേർത്ത് കൊടുക്കുക. ഇനി മഞ്ഞൾപ്പൊടിയുടെ റോ ടേസ്റ്റ് മാറി വരുന്നത് വരെ 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് മഞ്ഞൾപ്പൊടിയുടെ ആ റോ ടേസ്റ്റ് മാറിയില്ലെന്നുണ്ടെങ്കിൽ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ 1 മിനിറ്റ് ഇളക്കി കൊടുക്കുക എന്ന് പറയുന്നത്. ചൂട് പാനാകുമ്പോൾ വേഗം തന്നെ മഞ്ഞൾപ്പൊടിയുടെ റോ ടേസ്റ്റ് മാറി വന്നോളും. പിന്നെ അത്യാവശ്യം കുറച്ച് എണ്ണ വേണം, ഇതിൽ എല്ലാ കാര്യങ്ങളും ഒന്ന് മിക്സായി വരാനുള്ളതാണല്ലോ. അപ്പോൾ നമ്മുടെ മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്, ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വാഴയ്ക്ക ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി വാഴയ്ക്കൊന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ഒരുപാട് മുരിഞ്ഞ് കളർ മാറുക എന്നുള്ളതല്ല, അതിൻ്റെ ആ നനവ് മാറുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുപോലൊരു പരന്ന പാൻ എടുത്തിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ കൂടുതൽ എളുപ്പമായിരിക്കും നമുക്ക് ഇളക്കാനൊക്കെ. അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആയി വരട്ടെ, ഒരു 2-3 മിനിറ്റ് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒന്ന് ഡ്രൈ ആയി വന്നോളും. അതിനുശേഷം നമുക്ക് അടുത്ത കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഇളക്കിക്കൊണ്ടിരിക്കട്ടെ. അപ്പോൾ നമ്മുടെ വാഴയ്ക്കയിലുള്ള നനവൊക്കെ ഒന്ന് കുറഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ 3 ടേബിൾ സ്പൂൺ മുതൽ 5 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. തേങ്ങയും കൂടി ചേർക്കുമ്പോഴാണ് ടേസ്റ്റ് കറക്റ്റ് ആവുക. തേങ്ങ ചേർക്കാതെയും നമുക്ക് എടുക്കാം, പക്ഷേ തേങ്ങ ചേർത്തിട്ട് എടുക്കുമ്പോഴാണ് ടേസ്റ്റ് കറക്റ്റ് ആവുക. ഇനി നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൊടിമാസിൻ്റെ പരിപാടി കഴിഞ്ഞു. വളരെ ഈസിയാണ് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ. നമ്മുടെ വാഴയ്ക്ക ഒന്ന് കുക്ക് ചെയ്ത് കിട്ടുന്ന ആ ഒരു ടൈം മാത്രം, ഒരു 5 മിനിറ്റ് മാത്രമേ നമുക്ക് കൂടുതൽ സമയമായിട്ട് വരുള്ളൂ ബാക്കിയുള്ള കറികൾ ഉണ്ടാക്കുന്നതിനേക്കാൾ. അത് നമ്മൾ വേറെ എന്തെങ്കിലും ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ കുക്കറിലൊന്ന് വാഴയ്ക്ക വേവിക്കാൻ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഞാനൊന്ന് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. എരിവൊക്കെ ആവശ്യത്തിനുണ്ട്, ഉപ്പ് കുറച്ച് കുറവാണ്, കുറച്ചുകൂടി ഒന്ന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ചോറിൻ്റെ കൂടെ ഉണ്ടാക്കി കഴിച്ചു നോക്കിക്കോളൂ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്ന് എനിക്ക് അറിയാൻ പറ്റുന്നത് ആ കമൻറ്റിലൂടെയാണ്. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ആൻഡ് റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ കണ്ടോ, എല്ലാം ചേർന്ന് മിക്സ് ആയിക്കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ നമ്മുടെ പൊടിമാസിൻ്റെ റെസിപ്പി. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. ബാച്ചിലേഴ്സിനാണെങ്കിലും വീട്ടമ്മമാർക്കാണെങ്കിലും ഒക്കെ ചോറിന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.